കണ്ടില്ല കേട്ടില്ല എന്ന് പറയില്ല. സനുവേ, എന്റെ സനുവേ, സനുമോളെ, എന്താണ് ഞാൻ ഇവിടുന്ന് നിനക്ക് നല്ല ഒരു തേക്കും തടി ഉരുട്ടി നല്ല വൃത്തിയായിട്ട് ഒരെണ്ണം അങ്ങോട്ട് അയച്ചു തരട്ടെ? നിന്റെ വിരൽ എന്തായാലും കുതിർന്ന്. ഇനി ആ വിരൽ നീ യൂസ് ചെയ്യരുത് സനു, പ്ലീസ്. ദോശ ചുടാൻ നിനക്ക് വിരൽ വേണ്ടേ? നിനക്ക് കൈ വേണ്ടേ? എന്റെ ചിത്ര, പിന്നല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അപരാധം പറഞ്ഞാൽ എന്റെ ദൈവമേ, ഇക്ക കൊണ്ട് ഞാനിത് പറയത്തില്ല. എടി അപരാധി പൊലയാടി മോളെ, എന്റെ കെട്ടിയോന് 3 നേരവും കൊടുക്കണേ, 3 നേരവും കൊടുക്കാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പുള്ളി കണ്ടടം നിരങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ നിനക്ക് കിട്ടാത്തതിന്റെ കഴപ്പ് നീ കുനിഞ്ഞു നിന്ന് തന്നെ കടിച്ചു തീർക്ക്. നന്നായിട്ട് കടിച്ചാൽ മതി. നിനക്ക് നല്ല വദനസ്വരത്തിന്റെ മുക്കും സീനത്ത് ജില്ല, നീ ഉറപ്പായിട്ടും മുക്കും. ഇത്ര വലിയ അപരാധം എനിക്ക് പറയാൻ പറ്റൂല, ഞാൻ ഉറപ്പായിട്ടും മുക്കും ഇത്. ജസ്റ്റിൻ ജേക്കബ്, ഫിജോ ഡോണ്ട് ഡിലീറ്റ് ദിസ് വീഡിയോ, ഐ വിൽ ലിസൺ. ഇപ്പൊ കേട്ടിട്ട് പൊക്കോണം. സജീന, അല്ല നോമ്പ് പോയി. നോമ്പുള്ളവരല്ലോ ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ലെന്ന്, കേട്ടല്ലോ. എന്റെ ഈ ലൈവ് സനുമോളെ ചോറുണ്ടോ? ഇല്ല. സനുമോളെ ചായ കുടിച്ചോ? ഇല്ല. നായിന്റെ മോളെ, അപരാധം പോരാ, കുറച്ചുകൂടെ പോരട്ടെ. എടാ, നിനക്ക് സൂഹിക്കാനല്ല ഞാനിവിടെ കുണച്ചോണ്ടിരിക്കുന്നത്, കേട്ടാ. ഫിജോ, ഇത് എവിടെ വെച്ചേക്കുവന്നേ? എന്ത് സനു, നിന്റെ കട്ടിലൊക്കെ എങ്ങനെയുണ്ടേ? എടി, കട്ടിലിന്റെ കാലൊടിക്കുന്ന കേട്ടല്ലോ. എന്തോ മാതിരി പരിപാടിയാടി ഇതാ. അഞ്ജലി എസ് കളിക്കാൻ തരുമോ? സോറി, എൻ്റെ ഇല്ല മോനെ. കളിച്ച് മൊത്തം തേഞ്ഞുപോയി. ഇവിടെ ഉള്ള മുതലിന് തികയുന്നില്ല, പിന്നെ നിനക്കെങ്ങനെ തരും? ഫിജോ കലക്കി പൊരിച്ചു ജാമിത. റേഞ്ച് പോയി ബ്രവ് ചേട്ടാ. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. സനുവേ, എടി കട്ടിലിന് വലിപ്പം വേണോടി? 2 പേരെ കൂടുതൽ അതെ കിടക്കുവോ? നിനക്കാണെങ്കിൽ 8-10 ഒരു പേര് ഒന്നിച്ച് കിടന്ന് കയറിയാലല്ലേ നിനക്ക് തീരുവുള്ളൂ. നിനക്ക് 2-3 പേര് ഒന്നിച്ചല്ലേ പറ്റുള്ളൂ. കളിക്കാവിള സനു, കളിക്കാവിള സനു, കളിക്കാവിള. എൻ്റെ ഇക്ക പറഞ്ഞതുപോലെ 1 ഷോട്ട് 100 rupees, 1 ഷോട്ട് 100 rupees. സനുവേ മോളെ, നിന്റെ വിരൽ എന്തിയടി? അത് തേഞ്ഞ് തീർന്നോടി? എടി, ചപ്പാത്തി വലക്കുന്ന നല്ല ചപ്പാത്തി വരത്തുന്ന മറ്റേ റോളുണ്ട് ഇവിടെ, ഒരെണ്ണം കയറ്റി വിടട്ടെ നിന്റെ അഡ്രസ്സിലേക്ക്. നീ അതുകൊണ്ട് തികയുവോ? നിനക്ക് അതുകൊണ്ട് തികയുവോ? ചപ്പാത്തി പരത്തുന്ന പലക അല്ല, ഉരുള, സോറി, അത് തികയൂല. ഒലക്ക ഒരെണ്ണം കിട്ടുമോ? ആരെങ്കിലും എനിക്കൊരു ഒലക്ക ഓൺലൈനിൽ സനുവിന്റെ അഡ്രസ്സിലേക്ക് ഒന്ന് ബുക്ക് ചെയ്ത് തരാമോ? ചിലപ്പോൾ അതുകൊണ്ടൊന്ന് നേരെയാകുമായിരിക്കും. അവളെ വിരൽ ഒടിഞ്ഞു പറഞ്ഞു പോയെന്നാ കേട്ടത്, കഴപ്പ് മൂത്ത് കണ്ടിട്ടേ. സിനാൻ എൻ കെ ഫിജോ പ്ലീസ്. സോറി, ഇന്ന് ലൈവ് ഡെഡിക്കേറ്റഡ് ടു പാണ്ടിച്ചി കളിയിക്കവിളയിലെ സകല ആണുങ്ങളും സകലരും കയറുന്നിറങ്ങിയിട്ട് പാണ്ടിച്ചിയുടെ ഏതാണ്ടൊക്കെ കീറിപ്പോയെന്ന് പറയുന്ന കേട്ട്. ഇപ്പൊ അവള് തുന്നി വെച്ചിട്ട് പിന്നെ ഇറങ്ങി. എന്ത് ജാതി കഴപ്പാണ്! നല്ല പാണ്ഡ്യമാര് കേറി ഇറങ്ങി പുള്ളിക്കാരിയുടെ താഴെ കൂടെ മേളിൽ കൂടെ അതിന്റെ അപ്പുറത്തൂടെ ഒക്കെ മൂലവും പൂരാടോ ഒന്നായെന്നാ കേട്ടത്. എന്നിട്ട് അത് തയ്ച്ചു വെച്ചോണ്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, കാറ്റ് പ്രാം അച്ഛൻ. സനു കളിയിക്കവിള സനു, കളിയിക്കവിള സനു, കളിയിക്കവിള സനു. കളിയിക്കവിളയിൽ ദാരിദ്ര്യമല്ല. പക്ഷേ ഞാൻ പറയട്ടെ,
ഈ എവിടെയെങ്കിലും ഈ വാഴയ്ക്ക് തുളയിട്ടാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന പാണ്ഡ്യന്മാരുണ്ട്. അവർക്ക് സനു ഭയങ്കര രാജ്ഞിയാണ്. നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്തത്? നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത്? അയ്യോ, പുരുഷലിംഗം റബ്ബറിലൊന്നും പോരാ ചേട്ടാ, വല്ല ഇരുമ്പിലും ഉണ്ടാക്കി കൊടുക്കണം, എങ്കിലേ അവക്ക് തികയൂ. ഒരു ബോർഡ് വെക്കേണ്ടി വരും. എന്തിന് ബിന്ദു ആചാരി? ബോർഡൊന്നും വേണ്ട. ചുമ്മാ സനു ഇറങ്ങി നിന്നിട്ട് ഇങ്ങനൊരു വിളിയാ, ആള് പുറകെ പോകും. എന്തിന് ബോർഡ് വെക്കുന്ന കാശ് മതി. ഇങ്ങനെയാ വിളിക്കുന്നത്. അപ്പൊ ഇടിച്ച് കേറല്ലേ സനുവിന്റെ അടുത്ത്. സനു ഒരു മുതലാണ് ട്ടാ. സനുവിന്റെ കല്ല് തിളച്ച് കിടക്കുന്ന ആരെങ്കിലും ഒന്ന് ചെന്ന് ചുട്ടുകൊടുക്ക്. അവക്കങ്ങ് കഴയ്ക്കുന്നു. എന്റെ കെട്ടിയോനെ കണ്ടപ്പം മുതൽ പുള്ളിക്കാരിയുടെ സാമാനത്തിൽ തരിക്കുന്നതാണ്, ഇതുവരെ തീർത്തിട്ടില്ല. എന്റെ കെട്ടിയോൻ ചെന്ന് കയറിയാലേ തീരുവെന്നാണ് പറയുന്നത്. പുള്ളിയാണെ പറയുന്നത് പുഴുത്തടുത്തൊന്നും കേറ്റൂലെന്ന്. ഞാൻ എന്ത് ചെയ്യണം? തന്നെ പോലെ അടിച്ച് നിനക്ക് മാത്രം അപരാധം പറയാൻ അറിയുള്ളൂ? നിനക്ക് മാത്രം അപരാധം പറയാൻ അറിയത്തുള്ളൂ? നീ ജന്മത്ത് വാ തുറക്കാത്ത രീതിയിലുള്ള വർത്താനം എനിക്ക് പറയാൻ അറിയാം കേട്ടോ. പട്ടിപ്പോലെ അടിമോളെ. പാണ്ടിച്ചിയുടെ മയിലും പൊക്കിക്കൊണ്ട് നിന്റെ ഓണാത്തിലിരുന്നാ മതി. നീ കേരളത്തിലുള്ളവരോട് കളിക്കാൻ നിൽക്കരുത്. നീ മലയാളം കൊണോണാന്ന് പറയുന്ന നേരത്തെ മലയാളത്തിൽ ഞാൻ നിനക്കറിയാത്ത ഭാഷ മുഴുവൻ ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കിച്ചു തരും. ഞാൻ ഫ്രീ ആണ്. രഘു ചേട്ടാ, നിങ്ങളൊക്കെ ചത്തു. നിങ്ങൾ മൊത്തത്തിൽ കയറി പോകും അതിനകത്ത്. നിങ്ങൾ എന്തുവാ ഈ പറയുന്നത്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? സനു അങ്ങ് മലന്ന് കിടന്നു കഴിഞ്ഞാൽ രഘു ചേട്ടാ അതിന്റെ അകത്ത് മൊത്തം കയറി പോകും. ഒരു ട്രെയിലർ കയറിയാൽ അതിനകത്ത് കയറി പോകുവാണ്. അപ്പോഴാണ് ഒരു ട്രെയിലർ മുഴുവൻ അവളുടെ അതിനകത്തൂടെ കയറി പോകും, പിന്നെ പുറത്ത് വരത്തില്ല. അങ്ങനെ ഉള്ളിടത്താണ് നിങ്ങൾ എന്ത് ചെയ്യാനാണ് രഘുചേട്ടാ? രഘുചേട്ടനെ ഞങ്ങൾക്ക് വേണം. രഘുചേട്ടനെ ട്രെയിലർ കയറ്റാനുള്ള സ്ഥലത്തൊന്നും ഞങ്ങൾ വിടത്തില്ല. രഘുചേട്ടൻ ഇവിടെ ഇരിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു ചിരിക്കുന്ന സ്മൈലി ഇട്ടോണ്ട് ഈ ലൈവിൽ ഇരിക്കുമല്ലോ. നിങ്ങളെ ഞാനൊന്ന് കണ്ടോട്ടെ ഇവിടെ. എടി, നീ നിന്റെ കോണാത്തിലോട്ട് എന്റെ ലൈവ് തിരികെ വെച്ചിട്ട് നീ വർത്താനം പറ. നിങ്ങളെ അല്ലേ മുമ്പ് തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തത്? അതേടാ എന്നെ തന്നെയാണ്. എന്നെ ലോഡ്ജിന്ന് പിടിച്ചിട്ടില്ല, നിന്റെ മറ്റേ അപരാധിയെ പോലെ. ഞാൻ ആർക്കും 500 രൂപ കൊടുത്ത് എന്റെ അവിടെ പിടിച്ച